ഒരു അപ്ഡേറ്റ് വരുമ്പോൾ വല്ല ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനടുത്ത് എടാ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് നീ ഒന്ന് ചെയ്യൂ എന്ന് ചോദിക്കുക. എന്നിട്ട് അവനെ കൊണ്ട് ചെയ്യിപ്പതിന് ശേഷം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഈ സെക്യൂരിറ്റി അപ്ഡേറ്റ് പറയുമ്പോഴാണ് വലിയൊരു പ്രശ്നം. ഇപ്പം ചില ആപ്പുകളുടെ സെക്യൂരിറ്റി അപ്ഡേറ്റ് അങ്ങോട്ട് ചെയ്യുമ്പോൾ ഒരു സ്ക്രാച്ചോ ഒരു വരയൊക്കെ ഡിസ്പ്ലേയിൽ വരും. എക്സാക്ട്ലി ഇതൊരു ആപ്പിൾ ഒരു ഹൈ പ്രൈസിന് വിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് സെക്യൂരിറ്റി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഈ ഡിസ്പ്ലേയിൽ പ്രശ്നം ഉണ്ടാവുകയും മറ്റ് ബ്രാൻഡുകൾക്ക് അത് ഇല്ലാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ശരിക്കും ആപ്പിളിൻ്റെ ഒരു ഡ്രോബാക്ക് അല്ലേ? അത് ഈ മാങ്ങയുള്ള മാവിലെ കല്ലെറിയെന്ന് പറഞ്ഞ പോലെയാണ്. കാരണം ഇതേ ഇഷ്യൂ സാംസങ്ങിലും വരുന്നുണ്ട്, വൺ പ്ലസിലും വരുന്നുണ്ട്, എല്ലാ ബ്രാൻഡുകളിലും വരുന്നുണ്ട്. സാംസങ്ങിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആരും ചെയ്യരുത്. സാംസങ്ങിന്റെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം, S23 എന്ന് പറയുന്ന ഫോണിന് ഗ്രീൻ ലൈൻ പറഞ്ഞിട്ട് വളരെ വിഷമമുണ്ട് എനിക്കിത് പറയണതിൽ. പക്ഷേ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഒന്നെങ്കിൽ ഗ്രീൻ ലൈൻ, അല്ലെങ്കിൽ ഓവർ ഹീറ്റിംഗ്, അല്ലെങ്കിൽ ഇതുപോലത്തെ റീസ്റ്റാർട്ട് ബഗ് കൊടുക്കും. സാംസങ്ങിനുണ്ട് ഈ പ്രശ്നം. സാംസങ് കൂടുതലാണ്. ഇല്ല, ഞാൻ ഒരു സാംസങ് ഉപഭോക്താവ് സമ്മതിച്ചു തരില്ല. കൂടുതലാണ്. പക്ഷെ എല്ലാവരും ആപ്പിളിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നതെന്നുള്ളൂ. ഇപ്പോൾ ആപ്പിളിൻ്റെ കേസിൽ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ ഡിസ്പ്ലേ സപ്ലൈ ചെയ്യുന്നത് സാംസങ്, LG പോലുള്ള കമ്പനികളാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആപ്പിളിൻ്റെ നല്ല കുറ്റം പറയേണ്ടത്. സാംസങ്ങിൻ്റെ ഇപ്പോൾ തന്നെ ലേറ്റസ്റ്റ് മോഡൽ പറയുന്നില്ല കറക്റ്റ് മോഡൽസ് ഏതെങ്കിലും, അതിലെല്ലാം അപ്ഡേഷനിൽ ഇതുപോലെ ലൈൻ ഇഷ്യൂ വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ വൺ പ്ലസ് കമ്പനി തന്നെ ഫ്രീ ആയിട്ട് ഡിസ്പ്ലേ റീപ്ലേസ്മെൻറ്റ് പോളിസി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഗ്രീൻ ലൈൻ ഇഷ്യൂ വൺ പ്ലസ് സ്മാർട്ട് ഫോണിൽ നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. ലൈഫ് ടൈം വാറണ്ടിയാണ് വൺ പ്ലസ് ഓഫർ ചെയ്തിരിക്കുന്നത്. അവരുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ ലൈൻ വരുന്നത് കാരണം അതുകൊണ്ട് ആപ്പിൾ മാത്രമല്ല എല്ലാ ബ്രാൻഡുകളിലും ഈ പ്രശ്നങ്ങൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്.